അങ്ങനെ കർക്കിടക മാസം അവസാനിച്ചു. ഇന്ന് ചിങ്ങം 1-ാം തീയതിയാണ്. ചിങ്ങം 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇരിഞ്ഞാലക്കുട കൂടൽമാണി ക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനും ഫാമിലിയും കൂടൽമാണി ക്ഷേത്രത്തിലേക്ക് പോയി. അങ്ങനെ അകത്ത് കയറി ഞങ്ങൾ തൊഴുതു. 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ. അമ്പലത്തിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് ആനയൂട്ട് നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി നേരെ പോയത് ആനയൂട്ട് നടക്കുന്ന സ്ഥലത്തേക്കാണ്. മഴക്കാരുണ്ടെങ്കിലും നല്ല ആൾക്കാരുണ്ടായിരുന്നു ആനയൂട്ടിന്. ഏകദേശം 11 ആനകളോളം ആനയൂട്ടിന് പങ്കെടുത്തിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആനയൂട്ടിന് പങ്കെടുക്കുന്നത്. എല്ലാവർക്കും മലയാള വർഷം ചോറും അതിൽ കൂടി പ്രത്യേക ഔഷധക്കൂട്ടും ചേർത്താണ് ആനയൂട്ടിന് ആനകൾക്ക് കൊടുക്കുന്നത്. കർഷകരുടെയും കൃഷിക്കാരുടെയും വിളവെടുപ്പ് ദിനം ആരംഭിക്കേണ്ടതാണ്. ഈ എസ്.ഐ. ശ്രീധരൻ സാറിനെ പൊന്നാടണിക്കുന്നതിന് വേണ്ടി ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി.കെ. ഗോപി അവർകളെയും സ്വീകരണം നമ്മുടെ ബഹുമാന്യനായ ആനയൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട് നല്ല അസല് മഴ പെയ്തു. പിന്നെ ആനയൂട്ട് നടന്നത് മഴയ്ക്ക് ശേഷമാണ്. അതുവരെ എല്ലാവരും അവിടെ ഇവിടെ കയറിയിരുന്നു. ഈ വരുന്ന ആന കുറച്ച് നേരം വീട്ടാണ് എത്തിയത്. സഹോദരങ്ങളെയും ആന ആനയൂട്ട് മുഴുവനായി കാണാൻ നിന്നില്ല. മഴ കാരണം ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന് പോന്നു. പോന്നതിന് ശേഷമാണ് ആനയടഞ്ഞ കാര്യം അറിയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.